വർഷങ്ങൾക്ക് ശേഷമാണ് ഏതൊരു ബാർസലോണ ആരാധകരും മനസ്സ് തുറന്ന് ചിരിച്ചുകാണ്ട് അവസാനിപ്പിച്ചൊരു മത്സരം കടന്നു വരുന്നത്. ഇന്നലെ രാത്രി ഉറങ്ങുമ്പോൾ ബാർസലോണ ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം കൊണ്ട് ഒരു ഉറക്കം ലഭിക്കുന്നില്ല എന്ന് പറയില്ലേ, അതുപോലെ ആയിരിക്കും. കാരണം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയൊരു ടീമാണ് FC ബാർസലോണ എന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്തെ ഏതൊരു യൂറോപ്യൻ ക്ലബ്ബുകളും ഭയന്നിരുന്ന ഒരു ടീം ഇത്രമേൽ അധപ്പതിച്ചു പോയി എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകർ മാത്രമല്ല, എതിരെ നിൽക്കുന്ന ആരാധകർക്ക് പോലും ബാർസലോണ കാണുമ്പോൾ ഒരു സങ്കടകരമായിട്ടുള്ള നിമിഷമായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതുപോലൊരു മത്സരം പോലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. PSG വേഴ്സസ് ബാർസലോണ മത്സരം. ഇതിൻ്റെ മുമ്പ് പറയാനുള്ളത്, ബാർസലോണ ഈ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലേക്ക് ഏകദേശം വർഷങ്ങൾക്ക് ശേഷമാണ് കടന്നു വരുന്നത്. 4-5 വർഷത്തിന് ശേഷമാണ് ബാർസലോണ UCL ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലേക്ക് തന്നെ കടന്നു വരുന്നത്. അങ്ങനെ മത്സരത്തിൽ ഏറ്റുമുട്ടുന്ന ആവട്ടെ രണ്ട് ടീമുകളുടെ കോച്ചുമാരായിട്ടുള്ള ലൂയിസ് എൻറിക്കോ അതുപോലെ തന്നെ സാവി എർണാണ്ടസ് ആണ്. ഇവർ രണ്ടുപേരും ബാർസലോണയിൽ തീർത്തിട്ടുള്ള ആ ഒരു കാലഘട്ടമൊക്കെ നമുക്കൊരിക്കലും മറക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഗാലറിയിൽ സാക്ഷാൽ റൊണാൾഡിഞ്ഞോയെ പോലും സാക്ഷി നിർത്തിയിട്ടാണ് കളി ആരംഭിക്കുന്നത്. മത്സരത്തെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര വാക്കിൽ എനിക്കത് പറഞ്ഞൊതുക്കാൻ പറ്റും എന്നുള്ളത് ഒരു ബോധമില്ല. കാരണം അത്രക്കും കിടിലം പോരാട്ടമായിരുന്നു PSG വെച്ച് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. മത്സരത്തിൻ്റെ 37-ാം മിനിറ്റിൽ ബ്രസീലിയൻ താരമായിട്ടുള്ള റാഫിനിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ബ്രസീലിൻ്റെ 2 മത്സരങ്ങളിലും ഒരു ഫോം ഔട്ടായിട്ടുള്ള ഒരു കളിക്കാരനെ പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ക്ലബ് ഫുട്ബോളിലേക്ക് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഇടിമിന്നൽ പോലത്തെ വേഗതയാണ് റാഫിനിയ മുതൽക്കൂട്ടാക്കിയിരുന്നത്. 37-ാം മിനിറ്റിൽ റാഫിനിയ ഗോൾ നേടുകയാണ്. ബാർസലോണ ആരാധകരെ സംബന്ധിച്ചിടത്തോളം തുള്ളിച്ചാടാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. PSG ചെന്നിട്ടാണ് ലീഡ് എടുക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ മറികടന്നിട്ടാണ് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നത്. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് നാടകീയമായ നിമിഷങ്ങൾ അരങ്ങേറിയിട്ടുള്ള ഒരു ടൈമായിരുന്നു. കാരണം ഇവിടെ നിന്നാണ് പിന്നീട് കളികൾ ആരംഭിക്കുന്നത്. ഓസ്മാൻ ഡെമ്പലെ 48-ാമത്തെ മിനിറ്റിൽ തന്നെ കിട്ടിയ ലീഡ് തിരിച്ചെടുക്കുകയാണ്. അതായത് ബാർസലോണക്ക് കിട്ടിയ ലീഡ് തിരിച്ചെടുക്കുന്നു, PSG സമനിലയിൽ കൊണ്ടെത്തിക്കുന്നു, ഈക്വലൈസർ കണ്ടെത്തിയിട്ട് ആ ഒരു നിലയിലെത്തിക്കുന്നു. ഹാഫ് ടൈമിന് പിരിഞ്ഞ ശേഷം പിന്നീട് നടന്നതൊക്കെ ചരിത്രങ്ങളാണെന്ന് പറയാം. പോർച്ചുഗീസ് താരമായിട്ടുള്ള വിറ്റ്നയുടെ ഒരു കിടിലമായിട്ടുള്ള ഒരു ഗോളിലൂടെയാണ് PSG ലീഡ് എടുക്കുന്നത്. അതായത് 1-2 എന്ന ഒരു സ്കോറിൽ ലീഡ് എടുക്കുന്നു. ഇന്നലെ നമ്മൾ സിറ്റി വേഴ്സസ് റിയൽ മാഡ്രിഡ് മത്സരം കണ്ട പോലെ തന്നെ, അതുപോലെ തന്നെ റിയൽ മാഡ്രിഡ് എങ്ങനെ ലീഡ് എടുത്തോ അതുപോലെ തന്നെയാണ് ഇവിടെ PSG ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ബാർസലോണ ആരാധകനെ സംബന്ധിച്ചിടത്തോളം എല്ലാം കൈവിട്ടു പോയ നിമിഷം എന്ന് പറയാൻ. പക്ഷേ ബാർസലോണയുടെ ആരാധകർക്ക് ഒരുപാട് പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ഒരു ഗോളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന PSG നമുക്ക് കാണാനായിട്ട് സാധിച്ചെങ്കിലും ബാർസയുടെ ഒരു അറ്റാക്കിങ്ങും അതുപോലെ തന്നെ ലാസ്റ്റ് തേർഡ് ബോളിലേക്കുള്ള പന്ത് കൊണ്ടുപോകുന്നൊക്കെ ശൈലികളൊന്നും ഒരിക്കലും ഒരു ആരാധകനെ കൊണ്ട് മറക്കാനായിട്ട് സാധിക്കില്ല. മറുഭാഗത്ത് ഓസ്മാൻ ഡെമ്പലയെ പോലെ, മെൻഡസിനെ പോലെ, എംബാപ്പയെ പോലെയുള്ള താരങ്ങൾ ഡിഫൻസിനെ കബളിപ്പിച്ച് മുന്നേറാനായിട്ട് ശ്രമിക്കുമ്പോൾ കെട്ടുറപ്പോടുകൂടി മുറിച്ച് നിന്നിട്ടുള്ള ഡിഫൻസിനെ എടുത്തു പറയണം. കൂണ്ടെ, അറോഹു, കുബാർസി, ക്യാൻസലോ, എങ്ങനെയാണ് ഈ 4 താരങ്ങളെ വർണ്ണിക്കുക എന്നറിയില്ല. കാരണം അവർ ആ എംബാപ്പെ, അസെൻസിയോ, ഡെമ്പലെ എന്ന് പറയുന്ന ആ മുന്നേറ്റ നിരയെ പിടിച്ച് കുലുക്കിയിട്ടുള്ള താരങ്ങളാണ്. അതായത് അവരെ പിടിച്ച് വെച്ചിട്ടുള്ള താരങ്ങളാണ്. എംബാപ്പയെ ഒരുപാട് തവണ എംബാപ്പയെ നിറയൊഴിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ബോക്സിലേക്ക് കയറുന്നുണ്ട്. പക്ഷേ ഈ 16-17 വയസ്സുള്ള കുബാർസിയെ പോലെയുള്ള താരങ്ങളൊക്കെ എടുത്തിട്ട് അലക്കുന്ന ദൃശ്യമാണ് സ്ക്രീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പിന്നീട് മത്സരം വീണ്ടും പുരോഗമിക്കുകയാണ്. അങ്ങനെ 62-ാം മിനിറ്റിലേക്ക് എത്തുന്നു. ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നുണ്ട്. പെഡ്രിയെ കളത്തിലേക്ക് ഇറക്കി വിടുന്നുണ്ട് സാവി. പെഡ്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരുപാട് മത്സരത്തിന് ശേഷമാണ് കളിക്കാനായിട്ട് ഇറങ്ങുന്നത്. പരിക്കിൽ നിന്നും മുക്തനായിട്ട് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലേക്കാണ് വരുന്നത്. സോ പെഡ്രിയുടെ ഫസ്റ്റ് ടച്ചാണെന്ന് തോന്നുന്നു. എങ്ങനെ വന്നാലും പെഡ്രി വന്ന് 1 മിനിറ്റ് ആയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടച്ച് ഒരു അസിസ്റ്റായി മാറുന്നു. നേരെ റാഫിനിയക്ക് കിട്ടുന്നു. വീണ്ടും ബാർസലോണ ആരാധകർ കണ്ണൊക്കെ നിറഞ്ഞിട്ട് തുള്ളിച്ചാടുന്ന ഒരു ദൃശ്യം. എൻ്റെയൊക്കെ മനസ്സിലൊരു
എന്താ പറയുക, പെരുന്നാൾക്ക് പടക്കം പൊട്ടിച്ച പോലെയായിട്ടുള്ള ഒരു സുഖമായിരുന്നു ആ ഒരു ഗോൾ നേടിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു 62-ാം മിനിറ്റിൽ ബാർസലോണ നിർത്താൻ തയ്യാറല്ലായിരുന്നു. മറുഭാഗത്ത് എംബാപ്പയുടെ മുന്നേറ്റം എന്ന് പറയുന്നത് PSG ആരാധകർ ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട്, ബാർസലോണ ആരാധകർക്ക് ഒരുപാട് ഭയം നൽകുന്നുണ്ട്. അജാതി പോരാട്ടമാണ് ആ 7-ാം നമ്പറുകാരൻ കാഴ്ചവെച്ചിട്ടുള്ളത്. അങ്ങനെ 77-ാം മിനിറ്റിൽ ക്രിസ്ത്യൻസൻ്റെ ഗോളും കൂടെ വരികയാണ്. ക്രിസ്ത്യൻസൻ്റെ ഗോൾ എന്ന് പറയുന്നത് പെഡ്രിയെ പോലെ തന്നെ സാവി സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്ലെയറാണ് ക്രിസ്ത്യൻസൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗോളും കൂടെ വന്നപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷന് കാത്തിരിക്കുകയായിരുന്നോ സാവി എന്ന് പോലും തോന്നിപ്പോയി. ഈ മൂന്നാമത്തെ ഗോളിലൂടെ 3-2 എന്ന നിലയിൽ PSG അവരുടെ തട്ടകത്തിൽ പോയിട്ട് പാർക്ക് ഡെസ് പ്രിൻസസിൽ പോയിട്ട് തറങ്കിലിടപ്പെട്ടിരിക്കുകയാണ് FC ബാർസലോണ എന്ന് പറയുന്ന നമ്മുടെ ക്ലബ്ബ്. വിസിക്ക ബാർസ, വിസിക്ക കത്തലൂന, അതൊരിക്കലും ഒരാളും മറക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡ് ലെഗ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. ലാമിൻ യമാലിനെ പോലെയുള്ള താരങ്ങൾ, അതുപോലെ തന്നെ ലെവൻഡോസ്കി, റാഫിഞ്ഞ. യമാലും റാഫിഞ്ഞയും മികച്ച രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ, അതായത് സ്പീഡി മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ ലെവൻഡോസ്കിയെ നമ്മൾ എടുത്തു പറയണം. ലെവൻഡോസ്കിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ബോൾ കൺട്രോളിങ്, ആ ഒരു എന്താ പറയുക, ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് നമ്മൾ ആ കളിക്കളത്തിൽ കണ്ട് എന്ന് വേണം പറയാൻ. മധ്യനിരയിലേക്ക് വരുമ്പോൾ സെർജിയോ റോബർട്ടോ, ഗുണ്ടോഗന്, ഡിജോങ് എല്ലാവരും തിളങ്ങി ആടി തിമിർത്തൊരു പോരാട്ടം. കിടിലൻ പോരാട്ടം എന്ന് പറഞ്ഞാൽ കിടിലൻ പോരാട്ടം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ബാർസലോണയുടെ ഒരു എന്താ പറയുക, മനസ്സ് നിറഞ്ഞിട്ടുള്ളൊരു പോരാട്ടം കാണുന്നത്. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.